കനത്ത മഴയിൽ കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ ചേരുന്നുണ്ട്. ശശിധരൻ, എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? കനത്ത മഴ തുടരുകയാണ്. കണ്ണൂരിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശാന്തതയുണ്ടെങ്കിലും രാത്രി ഇടയ്ക്കിടെ ശക്തമായ മഴയും ശക്തമായ കാറ്റുമാണ് ഉണ്ടായത്. അതിനിടെ കണ്ണൂർ വയനാട് റോഡായ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ ഇന്നലെ രാത്രി 7:30 വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നെടുമ്പൊയിൽ പേരിയ റോഡ് വഴിയാണ് മാനന്തവാടിയിലേക്ക് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഉണ്ടായ മഴയിലും കാറ്റിലും ഉണ്ടായി. ഏകദേശം 102 ഹെക്ടർ ഭൂമിയിൽ കൃഷിനാശം ഉണ്ടായതായാണ് കൃഷി വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കണക്കുകൾ പറയുന്നു. പയ്യന്നൂർ ബ്ലോക്കിലും അതോടൊപ്പം തന്നെ പേരാവൂർ ബ്ലോക്കിലുമാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ തോതിൽ റബ്ബർ കൃഷിക്കും അതുപോലെ തന്നെ തെങ്ങ് കൃഷിക്കും വാഴ കൃഷിക്കൊക്കെ നാശം ഉണ്ടായിട്ടുണ്ട്. KFEBക്ക് ഇതുവരെ 8,96,00,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് KFEBയുടെ അറിയിപ്പിൽ പറയുന്നത്. മരങ്ങൾ കടപുഴകി വീണും മറ്റുമാണ് മണ്ണിടിഞ്ഞുമാണ് KFEBയുടെ പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചിട്ടുള്ളത്. കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിൽ മാത്രം 5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി KFEB അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുപ്പം പ്രദേശത്ത് കളിപ്പറമ്പ് കുപ്പം പ്രദേശത്തും അതുപോലെ പരിയാരം ഭാഗങ്ങളിലും ദേശീയപാത 66ന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടായ സ്ഥലത്ത് സമയബന്ധിതമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റിയോടും അതോടൊപ്പം തന്നെ കരാറുകാരോടും ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ചെളിയും മണ്ണും കയറിയ വീടുകൾ കരാറുകാരുടെ പൂർണ്ണ ചെലവിൽ നീക്കി വൃത്തിയാക്കുന്നതിനും വെള്ളക്കെട്ട് ഭാഗങ്ങളിൽ നിന്നും വെള്ളവും ചെളിയും 2 ദിവസത്തിനകം പൂർണ്ണമായി നീക്കം ചെയ്യാനും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശശിധരൻ, ഒപ്പം തന്നെ ഇത്രയേറെ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? പ്രധാനമായിട്ടും കണ്ണൂരിലെ പുഴകളൊക്കെ കഴിഞ്ഞ ദിവസം നിറഞ്ഞൊഴുകിയിരുന്നു. എന്നിരുന്നാലും പയ്യന്നൂർ പെരുമ്പാപ്പുഴയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കുവാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ.ഒ. ശശിധരൻ.